Hello students, polar regions plot ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. polar equations തന്നിട്ട് corresponding ആയിട്ടുള്ള polar equations inequalities തന്നിട്ട് corresponding ആയിട്ടുള്ള regions plot ചെയ്യുന്ന questions ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അതിൽ കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അസൈൻമെന്റ് തന്ന questions ഉണ്ട്, പലരും നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും കൂടി നമുക്കിപ്പോൾ ചെയ്യാൻ ശ്രമിക്കാം. പോളാർ ഇനിക്വാളിറ്റീസ് തന്ന റീജിയൻസ് പ്ലോട്ട് ചെയ്യുന്ന കേസസ് ആണ് ചെയ്തത്. അപ്പോൾ തന്നിരുന്ന അസൈൻമെന്റിൽ ഒരെണ്ണം ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ 1 ആണ്. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഒറിജിൻ ഇനീഷ്യൽ ലൈൻ ആർ ഈക്വൽ ടു 1 means the circle having center origin, ഇപ്പോൾ ഒന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നില്ല, ആൻഡ് റേഡിയസ് 1. ഇത് ആർ ഈക്വൽ ടു 1, ഇപ്പോൾ വരച്ചിരിക്കുന്ന ആർ ഈക്വൽ ടു 1. ഇനി ഇത് ആർ ഈക്വൽ ടു 0 ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പോയിന്റ് സർക്കിളിന്റെ ഇൻസൈഡ് ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ 0 ഉള്ള സ്ഥലമല്ല. ഇനി ഇതിൽ ഏതാണ് എന്ന് അറിയാനാ. ഒന്നുകിൽ സർക്കിളിന്റെ ഇൻസൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട് സൈഡ് ആയിരിക്കും. ഹിയർ ആർ ഈക്വൽ ടു 0 does not satisfy the condition r greater than or equal to 1. r equal to 1 here, that means the inside of the circle contains points with the r less than 1 inside. r less than 1 strictly inside. r equal to 1 strictly the circumference. r greater than or equal to 1 and all the other points. That means if we have the two-dimensional plane like this, ഞാൻ പ്ലെയിനെ ആദ്യം ഇൻഫിനിറ്റ് ആണ്, നമുക്കൊന്ന് വരച്ചു തീർക്കാൻ വേണ്ടി ആദ്യം ഒരു സ്ക്വയർ ഫോമിൽ കാണിക്കുകയാണ്. ഇത് എല്ലാ സൈഡിലേക്കും ഇൻഫിനിറ്റ് ആണ്. ദെൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മീൻസ്, എനിക്ക് ഷെയ്ഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ എന്താണെന്നിപ്പോൾ മനസ്സിലായില്ലേ? ഇതിനിടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ല. ഈ സർക്കിളിന് പുറത്തുള്ള റീജിയൻ മുഴുവനും ഷെയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എനിക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഗ്യാപ്പൊന്നും ഇല്ല. സർക്കംഫറൻസിന് വെളിയിലെ മുഴുവൻ പോയിന്റ്സും ഇതാണ്. നിങ്ങൾ നന്നായിട്ട് തന്നെ മുഴുവനും ഷെയ്ഡ് ഉപയോഗിച്ച് കാണിക്കുക. ഇതാണ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള റീജിയൻ. ദെൻ സെക്കൻഡ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വാസ് 0 less than or equal to theta less than or equal to pi r equal to 1 and r equal to 1. r equal to 1 നിങ്ങൾക്കറിയാം. ഇനീഷ്യൽ ലൈൻ r equal to 1 means the circle having center origin and radius 1. ഇത് പെട്ടെന്ന് വരയ്ക്കാം. ദെൻ r equal to 1 കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. r equal to 1 എന്ന് പറഞ്ഞാൽ ഇത്രയായി. ഇനി മറ്റേ കൺസ്ട്രെയിന്റ് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ മതി. 0 to pi theta variation. theta equal to 0 means this point. theta equal to 0ക്ക് തൊട്ടടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അങ്ങനെ ഇവിടെ വരെ പോയിട്ടുണ്ട്. theta equal to 0 to pi. theta equal to pi എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് കിട്ടും. നമുക്ക് മറ്റൊരു മഷി ഉപയോഗിച്ച് നമ്മളുടെ റിക്വയർഡ് പോളാർ റീജിയൻ കാണിക്കാം. r equal to 1 തീറ്റ 0 തുടങ്ങി, തീറ്റ 0 ആകുമ്പോൾ ഇത് തീറ്റ 0, തീറ്റ 15 ഡിഗ്രി, തീറ്റ 45 ഡിഗ്രി, തീറ്റ 90 ഡിഗ്രി, അങ്ങനെ വന്ന് തീറ്റ ഈക്വൽ ടു പൈ വരെ. അപ്പം ഞാൻ ഈ റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നതാണ് നമ്മളുടെ റിക്വയർഡ് റീജിയൻ എന്ന് മനസ്സിലാക്കുക. ദെൻ വി ക്യാൻ മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ഈസ് എ സിമ്പിൾ വൺ. ക്വസ്റ്റ്യൻ 2 വാസ് ഓൾസോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ. സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ആകാൻ വേണ്ടി ചെയ്തതാണ്. ദെൻ വി മൂവ് ടു ക്വസ്റ്റ്യൻ 3. ആർ ഈക്വൽ ടു 2 എന്നൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാവുന്നുള്ളൂ. r equal to 2 means initial line. Distance to angle is irrelevant. For all angles r equal to 2. Theta equal to 0 ൽ r equal to 1 ഇതാണെങ്കിൽ r equal to 2 ഇത്. Theta equal to 45 ൽ r equal to 2. Theta equal to 90 ൽ r equal to 2. You know that this will be a circle with the center origin and radius. Center origin or pole and radius 2. r equal to 2 equal to 2 only the circumference. This will be the graph of r equal to 2. Then next we can deal with the 0 less than or equal to theta less than or equal to pi by 6 and r greater than or equal to 0. 0 to pi by 6 കൗണ്ട് ചെയ്യുന്നുള്ളൂ. r greater than or equal to
0. First we draw the pole or origin, then the initial line, then theta equal to 0 means this line and r greater than or equal to 0. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഡിസ്റ്റൻസ്, that is this part will not be counted. Theta equal to 0 ൽ r greater than or equal to 0 മാത്രം. Then theta equal to another angle less than pi by 6. Pi by 6 means 180 divided by 6 means 30. അപ്പോൾ 30 ഡിഗ്രി വരെ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 10 ഡിഗ്രിയിലല്ല, ഇതിന് തൊട്ടടുത്ത് പറ്റും. 5 ഡിഗ്രിയിൽ നോക്കാം. 5 ഡിഗ്രിയിൽ തീറ്റ ഈക്വൽ ടു 5 ഡിഗ്രി എന്ന് പറയുന്ന ലൈനിൽ എന്നെ നമ്മൾ നോക്കുന്ന നെഗറ്റീവ് ഡിസ്റ്റൻസ് ഇങ്ങോട്ടുണ്ടായിരുന്നു. ആ നെഗറ്റീവ് ഡിസ്റ്റൻസ് പരിഗണിക്കത്തില്ല, പോസിറ്റീവ് ഡിസ്റ്റൻസ് മാത്രം. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർ എന്ത് മാത്രം വേണേലും വലുതാകാം. അങ്ങനെ 5/6 വരെ. തീറ്റ ഈക്വൽ ടു 5/6 മീൻസ് 30 ഡിഗ്രി. ഇത് 90. ഇപ്പോൾ ഒരു 3/1. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു 5/6. up to theta equal to pi by 6. From theta equal to 0, theta equal to pi by 6. pi by 6 ഉണ്ട് കൗണ്ടർ പാർട്ട് ഇങ്ങനെ നെഗറ്റീവ് ഡിസ്റ്റൻസ്. അത് നമ്മൾ പരിഗണിക്കത്തില്ല. നമുക്ക് പോസിറ്റീവ് ഡിസ്റ്റൻസ് മാത്രം മതി. അപ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് തീറ്റ ഈക്വൽ ടു 0, തീറ്റ ഈക്വൽ ടു 0ക്ക് തൊട്ടടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ അത് ഇതിൻ്റെ തൊട്ട് മേലെ ആയി പോവും. ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഇല്ല, തൊട്ട് മേലെ ആയി പോവും, ഇൻഫിനിറ്റ്. അപ്പോൾ അതിന് തൊട്ടടുത്തത് അങ്ങനെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ വരെയാ? തീറ്റ ഈക്വൽ ടു 5/6 വരെ. അപ്പോൾ അതിങ്ങനെ ഷെയ്ഡ് ചെയ്യുന്ന പോലെ ആയി പോകും. അപ്പോൾ ഈ കാണുന്ന ഷെയ്ഡ് ഇൻഫിനിറ്റ് ആയിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു റെസ്ട്രിക്ഷൻ വരുത്താൻ നമുക്കിത് 2 ഡയമെൻഷണൽ പ്ലെയിൻ ഇവിടെ വരെ ഉള്ളൂ എന്നല്ലോ സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ നിർത്താം. ഒരു സ്ക്വയർ പോലെ, സ്ക്വയറിൻ്റെ പാർട്ട് പോലെ ഈ ഭാഗം ഫീൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇവിടെ കൊണ്ട് തീർന്നല്ല അതിനർത്ഥം. ഇങ്ങനെ അങ്ങ് ഇൻഫിനിറ്റ് ആയിട്ട് പോവുകയാണ്. ഇതിൻ്റെ വിസ്താരം കൂടി വരികയാണ്. ഇത് സ്ട്രെയിറ്റ് ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. ഇത് തീറ്റ ഈക്വൽ ടു 0. ഈ ഭാഗം സ്ട്രെയിറ്റ് ആയിരിക്കും. ഇവിടെ ഒരു സ്ലോപ്പ് ഉണ്ട്. അത് തീറ്റ ഈക്വൽ ടു 5/6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കും. പക്ഷെ അത് നമ്മൾ കാണിക്കുന്നില്ല. ഡോട്ടഡ് ലൈൻസ് എവിടെയെങ്കിലും പ്ലെയിൻ തീരുന്നതായിട്ട് നമുക്ക് വരച്ചു തീർത്ത് കാണിക്കണമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ദിസ് വിൽ ബി the region bounded by r greater than or equal to 0 and 0 less than or equal to theta less than or equal to 5/6. Then we can move on to another question, and the question will be theta equal to pi/3 minus 1 less than or equal to r less than or equal to 3. Theta equal to pi/3 minus 1 less than or equal to r less than or equal to 3. Theta equal to pi/3 minus 1 less than or equal to r less than or equal to 3. First we plot the line theta equal to pi/3. This is initial line with the pole. Theta equal to pi/3 means 180 divided by 3, 60 degree. ഇത് 90 ഡിഗ്രി ആണ്. അപ്പോൾ 60 എന്ന് പറയുന്നത് 3/2. അപ്പോൾ ഇതായിരിക്കും തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രി. I can draw the line theta equal to pi/3. തീറ്റ ഈക്വൽ ടു pi/3യിൽ മുഴുവനില്ല. 6 -1നും 3ക്ക് വരയ്ക്കും. 6 പോസിറ്റീവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വരച്ച കട്ടിയിൽ വരച്ചിരിക്കുന്ന ലൈനിലായിരിക്കും. അപ്പോൾ 6 3 വരെ ഈ ലൈനിൽ വേണ്ടത് 1 2 3. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് 3. ആൻഡ് ആ തീറ്റ ഈക്വൽ ടു pi/3യിൽ നമുക്ക് നെഗറ്റീവ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഈ ഡയറക്ഷനിൽ പോയാൽ നെഗറ്റീവ് ഡിസ്റ്റൻസ് എന്തോരം നമ്മളോട് പറഞ്ഞേക്കുന്നത്? 6 -1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ r ഈക്വൽ ടു -1 തുടങ്ങി r ഈക്വൽ ടു 3 വരെയുള്ള പോയിന്റ്സ് ആണ് നമുക്ക് വേണ്ടത്. മനസ്സിലാകാൻ വേണ്ടി ഞാനിപ്പോൾ അതിനെ മറ്റൊരു മഷിക്ക് മാർക്ക് ചെയ്യാം. ഇപ്പോൾ റെഡ് ലൈനിൽ മാർക്ക് ചെയ്യുന്നതാണ് നമ്മളുടെ രണ്ട് കണ്ടീഷനും സാറ്റ്. r ഈക്വൽ ടു -1 തുടങ്ങി r ഈക്വൽ ടു 3 വരെ. r ഈക്വൽ ടു -1 തീറ്റ ഈക്വൽ ടു pi/3 കിടക്കും. -1 ഡിസ്റ്റൻസ് പറഞ്ഞാൽ തീറ്റ ഈക്വൽ ടു pi/3യിൽ നമുക്ക് പറയാം. ഈ ലൈനിൻ്റെ ആംഗിള് അല്ലാതെ മെഷർ ചെയ്ത് പറഞ്ഞാൽ അവിടെ പോസിറ്റീവ് ഡിസ്റ്റൻസാണ് പറയുക. അപ്പോൾ നമ്മൾ തീറ്റ ഈക്വൽ ടു pi/3 എന്ന് പറഞ്ഞിട്ട് r ഈക്വൽ ടു -1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീറ്റ ഈക്വൽ ടു pi/3യും r -1 തുടങ്ങി r 3 വരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലൈൻ ഇതായിരിക്കും. ദാറ്റ് ഈസ് എ ഗ്രാഫ് ഓഫ് ദ ഗിവൺ പോളാർ ഇക്വേഷൻസ്. ദെൻ to take another question, theta equal to pi/2, r greater than or equal to 0.
let us write theta equal to pi by 2, r greater than or equal to 0. What will be the region? Considering the origin or pole and the initial line, theta equal to pi by 2. Theta equal to pi by 2 means initial line perpendicular ആയിട്ടുള്ള line ആണ് theta equal to. This is theta equal to pi by 2. And r greater than or equal to 0. r പോസിറ്റീവേ പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതില്ലാന്ന. r നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. r നെഗറ്റീവ് ഇതാണ്. r പോസിറ്റീവ് ആണ്, തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 കിടക്കണം. അപ്പോൾ റീജിയൻ കറക്റ്റായിട്ട് അറിയാൻ ഞാനതിനെ റെഡ് ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. r ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. r 0 തുടങ്ങി r പോസിറ്റീവായിട്ട് എത്ര വേണമെങ്കിലും ആകാം. അപ്പോൾ അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. ദിസ് ഈസ് ദ റെഡ് ലൈനിൽ കാണുന്നതാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളാർ റീജിയൻ എന്ന് മനസ്സിലാക്കുക. Then minus pi by 2 less than or equal to theta less than or equal to, we can do one more question. Minus pi by 2 less than or equal to theta less than or equal to pi by 2. And 1 less than or equal to r less than or equal to 2. Origin, then initial line, theta varies from minus pi by 2 to pi by 2. Theta equal to pi by 2, this line. Theta equal to pi by 2. Theta equal to minus pi by 2. From the initial line, usually we measure the counterclockwise direction. If we measure the clockwise direction, it will be negative. Clockwise direction ഇങ്ങനെ pi by 2 ഡിഗ്രി മെഷർ ചെയ്താൽ അത് മൈനസ് പൈ ബൈ 2 ആണ്. ദിസ് ഇസ് തീറ്റ ഈക്വൽ ടു മൈനസ് പൈ ബൈ 2. മൈനസ് പൈ ബൈ 2 തുടങ്ങി പൈ ബൈ 2 വരെയുള്ള തീറ്റ വേരിയേഷൻ. r വേരീസ് ഫ്രം 1 to 2. r ഈക്വൽ ടു 1. r ഈക്വൽ ടു 1 ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ r ഈക്വൽ ടു 1 ഈ മൈനസ് പൈ ബൈ 2 തുടങ്ങി പൈ ബൈ 2 വരെ നമ്മൾ നോക്കുന്നുള്ളൂ. r ഈക്വൽ ടു 1 ഞാൻ ഇപ്പോൾ വരച്ചിരിക്കുന്നതാണ്. r ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഡിസ്റ്റൻസ് r ഈക്വൽ ടു 2. സേ r ഈക്വൽ ടു 2. അപ്പോൾ ആംഗിൾ ഇത്രേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കിൾ, അത് സർക്കിളായിരുന്നു r ഈക്വൽ ടു 1, ബാക്കി പാർട്ട് വരയ്ക്കാത്തത്. ദെൻ r വേരീസ് ഫ്രം 1 to 2. ഇതിന് പുറകിലാണെങ്കിൽ r 1 താഴെയാണ്. ഇത് കഴിഞ്ഞാലാണെങ്കിൽ രണ്ടാമത്തെ വരെ കഴിഞ്ഞാൽ r 1 കൂടുതലാണ്. മൈനസ് പൈ ബൈ 2 തുടങ്ങി പ്ലസ് പൈ ബൈ 2 വരെയുള്ള ആംഗിളെ നമ്മൾ പരിഗണിക്കത്തുള്ളൂ. ഐ ക്യാൻ ഷെയ്ഡ് ഇറ്റ് വിത്ത് ദ റെഡ് കളർ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദീസ് ടു circular regions between minus pi by 2 and pi by 2, r will be varying between minus 1 and r will be varying between 1 and 2. r 1 തുടങ്ങി 2 വരെ വേരി ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ഇൻക്ലൂഡിങ് ദാറ്റ് ലൈൻ അതും ഇൻക്ലൂഡഡ് ആണ്. ബിക്കോസ് r ഈക്വൽ ടു 1 പോസിബിൾ ആണ്, r ഈക്വൽ ടു 2 പോസിബിൾ ആണ്, ബിറ്റ്വീൻ 1 and 2 പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് r ഈക്വൽ ടു 1. ഇത് ഞാനങ്ങ് വരച്ചേക്കാം. r ഈക്വൽ ടു 2 നമ്മൾ നേരത്തെ നീളേക്ക് വരച്ചിരുന്നത് r ഈക്വൽ ടു 2 വരച്ചു. അതിനിടയ്ക്കുള്ള പോയിന്റ്സ്. ബട്ട് ഇൻ ബിറ്റ്വീൻ മൈനസ് പൈ ബൈ 2 ആൻഡ് പൈ ബൈ 2. ദിസ് വിൽ ബി ദ റീജിയൻ. ഒരു ക്വസ്റ്റ്യനും കൂടെ എക്സർസൈസിൽ കാണുന്നുണ്ട്, അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അവിടെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, പൈ ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പൈ ബൈ 4. അത് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. പൈ ബൈ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 പൈ ബൈ 4 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. r ഈക്വൽ ടു 0 ആണെങ്കിൽ r ഈക്വൽ ടു 1 വരെ സർക്കിളിന്റെ പാർട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കാം. ഇനി പൈ ബൈ 4 45 ഡിഗ്രിയാണ്. 3 പൈ ബൈ 4 എന്ന് പറയുന്നത് 3 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 4 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആംഗിൾസിനിടയ്ക്കും ഈ r വേരിയേഷനിടയ്ക്കും എന്ത് റീജിയൻ വരും എന്നുള്ളത് പ്ലോട്ട് ചെയ്ത് നിങ്ങൾ ആൻസറായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഐ വിൽ ആഡ് ഇറ്റ് ആസ് ആൻ അസൈൻമെന്റ്. അപ്പോൾ അങ്ങനെ ഈ സെക്ഷനിലെ നമ്മളുടെ എക്സസൈസിലെ പ്രോബ്ലംസ് ഏകദേശം എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് അങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റാറുള്ളതല്ല സാധാരണ. അപ്പോൾ നിങ്ങളും നന്നായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്തതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്ത ദിവസം. അതിനു മുമ്പ് ഇതെല്ലാം നല്ല തറവായിട്ടിരിക്കുക. ഇതിനെ ബേസ് ചെയ്തൊരു ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ടെസ്റ്റ് പേപ്പറിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്യാം. ഓണത്തിന് മുമ്പ് വേണോ ഓണം കഴിഞ്ഞ് വേണോ എന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം.
മുമ്പ് ഇനി അധികം സമയം ഇല്ലാന്ന് തോന്നുന്നു. 1-2 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അത് ആലോചിച്ചിട്ട് ചെയ്യാം.